വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളിലൊക്കെ ഇ.പി. ജയരാജന്റെയും കെ ശൈലജയുടെയും നിലപാടുകൾ വ്യത്യസ്തമായിരുന്നു. എന്തുകൊണ്ടാണ് ഇ.പിക്കും കെ ശൈലജയ്ക്കും ഇത്തരത്തിൽ വ്യത്യസ്തമായ ഒരു നിലപാട് അവർ പാർട്ടിക്കുള്ളിൽ നിൽക്കുമ്പോൾ തന്നെ ഉണ്ടാകാനുള്ള കാരണം? അല്ല, ഒന്ന് വ്യത്യസ്തമായ നിലപാടുകൾ അങ്ങനെ ഉണ്ടാകുന്നതിൽ നമുക്കിപ്പോൾ എതിരഭിപ്രായമൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ CPM-ന്റെ ഒരു സാധാരണ രീതികൾ അനുസരിച്ച് അത് പുറത്ത് പറയാൻ സാധ്യതയില്ല. തുറന്ന് തന്നെ വളരെ ഓപ്പണായി പറഞ്ഞാൽ CPM-നകത്ത് അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ട്. പ്രത്യേകിച്ചും പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഇറങ്ങി. പക്ഷെ പാർട്ടിക്കുള്ളിൽ ഇപ്പോഴും അദ്ദേഹം സർവ്വശക്തനായിട്ടുള്ള ഒരാളാണ്. പക്ഷെ പാർട്ടിക്കുള്ളിൽ നമുക്കറിയാലോ, ഗോവിന്ദ മാഷും അതുപോലെ പിണറായി വിജയനെതിരെയൊക്കെയുള്ള ചില മുറിവുറുപ്പുകളൊക്കെ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇപ്പൊ ഇതിലേക്ക് നയിച്ചിട്ടുള്ള സംഭവം എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം നമ്മുടെ കെ രാഗേഷ് നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവനയുണ്ട്. ആ കെ രാഗേഷ് നടത്തിയിട്ടുള്ള പ്രസ്താവന കൂടിക്കൊണ്ടാകാം ഇവർ അത്തരത്തിൽ ഒരു എതിർ ശബ്ദം ഉയർത്തിയത് എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം. പക്ഷെ അതിൽ ശൈല ടീച്ചർ പറഞ്ഞതിൽ തെറ്റുണ്ട്. കാരണം എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ അവർ പോലും അത് കൃത്യമായി മനസ്സിലാക്കിയാണോ പറഞ്ഞതെന്നൊക്കെയുള്ള കാര്യത്തിലേക്ക് സംശയമുണ്ട്. കാരണം 3 കൊല്ലമായി, അപ്പൊ അതുകൊണ്ട് മറ്റേ ദിവ്യാസേനെ വെറുതെ മാറ്റിയതാണ് എന്നൊക്കെ പറഞ്ഞതിന്റെ ഉള്ളിൽ ചില കാരണങ്ങളുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, കാരണം നമ്മളിപ്പോൾ അതൊന്നും ചർച്ചയ്ക്ക് എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ദിവ്യാസേനെ മാറ്റിയതിന്റെ പിന്നിൽ അങ്ങനെയല്ല, അദാനിയുടെ കൂടി താല്പര്യമുണ്ട് എന്നുള്ളത് ഇപ്പൊ തെളിഞ്ഞിരിക്കുകയാണ്. കാരണം അവർ കർശനമായിട്ടുള്ള നടപടികൾ എടുത്തിരുന്നു എന്നുള്ളത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ കണ്ണൂർ CPM-നകത്ത് ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതാണ് സ്ലൈറ്റായി ഇപ്പൊ പുറത്തേക്ക് ചെറുതായിട്ട് വന്നേക്കുന്നത്. ഇത് കൂടാതെ ഇപ്പൊ ഇ.പി. ജയരാജൻ പറഞ്ഞൊരു വാചകം അത്ഭുതപ്പെടുത്തി. ഇ.പി. ജയരാജൻ പറഞ്ഞൊരു വാചകം എന്ന് വെച്ചാൽ എല്ലാം അദാനി വിശദീകരിച്ചിട്ടുണ്ടല്ലോ എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ പൊളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള പിണറായി വിജയൻ പറഞ്ഞതിനേക്കാൾ പുള്ളിക്ക് വിശദീകരണം തൃപ്തികരമായത് അദാനി പറഞ്ഞുകൊണ്ടാണെന്നാണ്. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് തൊട്ടടുത്ത ദിവസം പുള്ളി വീണ്ടും നിലപാട് മാറ്റും. കാരണം പുള്ളിക്ക് ശരിക്കും പറഞ്ഞ ചില അസംതൃപ്തികളൊക്കെ ഉണ്ട്. ഇപ്പൊ പുള്ളി പാർട്ടി സെക്രട്ടറി ആകുമെന്ന് വിചാരിച്ചിരുന്നു, അങ്ങനെ സെക്രട്ടറി ആയില്ല എന്നൊക്കെയുള്ള കാര്യമുണ്ട്. പക്ഷെ അത് പുള്ളി തന്നെ മനസ്സിലാക്കണം. പുള്ളിനെ സെക്രട്ടറി ആക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടി വലിയ ഡാമേജ് ചില ഭൂരിപക്ഷ പാർട്ടിക്ക് ഉണ്ടാകുമായിരുന്നു. അതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ പുള്ളി അങ്ങനെ ഒരു അവധാനതയോടെ സംസാരിക്കുന്ന ഒരാളൊന്നും അല്ല. അപ്പൊ അതുകൊണ്ട് അത് ഓരോരുത്തർക്ക് എടുക്കാൻ കഴിയുന്ന രീതികളുണ്ട്. അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ ഇന്നിപ്പോ യഥാർത്ഥത്തിൽ മറ്റൊരു വാർത്ത കൂടി വന്നിട്ടുണ്ട്. അതാണ് ഇപ്പൊ നമ്മളിത് ചർച്ച ചെയ്യാന്ന് വിചാരിച്ചത്. ഇതിനൊന്നും പുതുമയില്ല. വലിയൊരു വാർത്ത കൂടി വന്നേക്കുന്നത് മനോരമ റിപ്പോർട്ട് ചെയ്തതാണ്. എന്താണ് മനോരമ റിപ്പോർട്ട് ചെയ്തേക്കുന്ന ഒരു വാർത്ത? പുള്ളി ഈ അദാനിക്കെതിരെ എടുത്ത നിലപാട്, അതായത് CPM-ഉം പാർട്ടിയും ഒക്കെ എടുത്ത നിലപാട് തെറ്റാണ് എന്നുള്ളതും, അതേപോലെ തന്നെ ദേശാഭിമാനി ഈ അദാനി ഞങ്ങളുടെ കൂടി ക്രെഡിറ്റ് ഞങ്ങൾ കൂടി അവകാശപ്പെട്ടാണെന്ന് പറഞ്ഞ് എടുത്ത നിലപാടായിരുന്നു ശരി എന്നുമൊക്കെയുള്ള ഒരു കാര്യം എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് നാളെ രാവിലെ തന്നെ ഇ.പി. ജയരാജൻ ഇത് രണ്ടിനെയും തള്ളിപ്പറയും. കാരണം എന്ന് വെച്ചാൽ മനോരമയ്ക്ക് ഇപ്പൊ ഇങ്ങനെ വാർത്ത ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ എങ്ങനെയും സതീശനെ രക്ഷിച്ചെടുക്കാനുള്ള വസ്ത്രാന്ത പരിശ്രമം, ശരിക്കും പറഞ്ഞാൽ ഏണി വെച്ച് കയറി പിടിച്ച് വലിച്ച് രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് മനോരമ നടത്തുന്നത്. അതുകൊണ്ട് മനോരമ ന്യൂസ് ഇപ്പൊ പുറത്തുവിട്ടേക്കുള്ള വാർത്തയാണ്. അല്ലാതെ ഇതിനകത്ത് ഇപ്പൊ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള ഇവർ രണ്ടുപേരും പറഞ്ഞ അഭിപ്രായം എന്ന് പറയുന്നത്, അതിൽ ഇ.പി. ജയരാജൻ പറഞ്ഞൊരു കാര്യം കൂടി ഉണ്ട്. അതും വാസ്തവമാണ്. ഇപ്പൊ അതൊന്നും വലിയ വിഷയമാക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താ, മറ്റേ ഈ ആരോപണം ഉന്നയിച്ചവരോട് ചോദിക്കുക, എനിക്കതിനെ കുറിച്ച് അത്ര കൃത്യത ഇല്ല എന്നാണ്. പക്ഷെ അങ്ങനെ പോലും അദ്ദേഹം പറയാൻ പാടില്ലാത്തതാണ്. കാരണം പാർട്ടിയുടെ ഒരു ഉന്നതനായിട്ടുള്ള നേതാവ് എന്നുള്ള നിലക്ക് പിണറായി വിജയനും അതുപോലെ ഗോവിന്ദ മാഷൊക്കെ ഉന്നയിച്ചിട്ടുള്ള ഒരു ആരോപണത്തെ കുറിച്ച് എനിക്കറിയില്ല, ആരോപണം ഉന്നയിച്ചവരോട് ചോദിക്കുന്നു പറയേണ്ട ആവശ്യം അതും കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ രാഗേഷ് ആണല്ലോ ദിവ്യാസേനയുടെ മാറ്റിയത് ഇതുമായി ബന്ധപ്പെട്ടാണെന്ന് തോന്നുന്നു. അപ്പൊ അത് അദ്ദേഹത്തിന് അതങ്ങോട്ട് അത്ര യോജിക്കാൻ പറ്റുന്നില്ല. യോജിക്കാൻ പറ്റാത്തത് ഇതിൽ വാസ്തവമൊന്നും ഇല്ലാഞ്ഞിട്ടല്ല, ഇതിൽ വാസ്തവമുണ്ട് എന്നൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാവുന്നവരാണ് ആര്, ശൈല ടീച്ചറും അതുപോലെ തന്നെ ഈ പറയുന്ന ഇ.പി. ജയരാജനും ഒക്കെ. പക്ഷെ അവർ രണ്ടുപേരും ഇപ്പൊ ഈ നിലപാടെടുത്തിരിക്കുന്നത് പാർട്ടിക്കുള്ളിൽ ചെറിയ ചെറിയ ലൈറ്റ് ആയിട്ടുള്ള ഭിന്നതകളുണ്ട്. അതിപ്പോ ഏതൊരു ജനാധിപത്യ പാർട്ടിയിലും ഉണ്ടാകുന്ന പോലെ ഉണ്ട്. അതൊക്കെ പക്ഷെ പാർട്ടി സോൾവ് ചെയ്യും. അല്ലാതെ അതിനപ്പുറത്തേക്കൊന്നും ഇതൊന്നും. പക്ഷെ ഈ കാലഘട്ടം അത്ര ശരിയല്ലല്ലോ. കാരണം സാറ് പറഞ്ഞതുപോലെ തന്നെ സതീശനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഏത് വഴിയും പിടിക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോഴത്തെ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം തന്നെ പോകുന്നത്. ഒരുവിധപ്പെട്ട യൂട്യൂബ് മാധ്യമങ്ങളും ഒക്കെ അങ്ങനെ തന്നെയാണ്. സതീശന് വേണ്ടുന്ന പ്രകീർത്തിക്കുന്ന തരത്തിലാണ് പോകുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ കാണുകേണ്ട ഒരു വീഡിയോയുടെ ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ, ഈ MSC എന്ന് പറയുന്ന കമ്പനി വന്നാൽ അടുത്ത കുറച്ച് വർഷം കൊണ്ട് എന്തെല്ലാം
ഗ്രോത്ത് ഉണ്ടാകും എന്നൊക്കെ പ്രതിപാദിക്കുന്ന ഒരു വീഡിയോ ആണ്. അതായത് ആ കമ്പനിയെ സതീശൻ എടുക്കുന്ന നിലപാടുകളെ എല്ലാം പ്രകീർത്തിച്ചുകൊണ്ട് തന്നെയാണ് ആ ഒരു വീഡിയോ വരുന്നതെന്ന് നമുക്ക് അതിൽ നിന്ന് വ്യക്തമാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ ന്യായീകരിക്കാൻ നിൽക്കുന്ന മീഡിയയ്ക്ക് മുമ്പിലേക്ക് മുതിർന്ന നേതാക്കളാണ് ഇവർ രണ്ടുപേരും. അതാണ് എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. തീർച്ചയായിട്ടും പ്രജിത പറഞ്ഞത് ഒരു വലിയ വിഷയമാണ്. കാരണം ഒന്നാമത്തെ തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം ഈ ഇടതുപക്ഷത്തുള്ള ആളുകൾ പോലും വിചാരിച്ചിരുന്നത് ഇന്നവർ തിരിച്ചറിയുന്നുണ്ടാവും. ഞാൻ പോലും ഏറ്റവും ആദ്യം ഒരു 6 മാസം 1 കൊല്ലം മുമ്പൊക്കെ പിണറായി വിജയൻ പല കാര്യങ്ങളും വിമർശിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നീട് വിമർശനം മാറ്റിയത് ഇതിന്റെ പിന്നിൽ വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു അജണ്ട ഉണ്ടെന്ന് തോന്നിയതുകൊണ്ടാണ്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ നിൽക്കേണ്ട ആവശ്യം ഇല്ല. പിന്നെ അത് മാത്രമല്ല, ഇവർ പറയുന്നത് പലപ്പോഴും ഇവർ പറയാൻ ശ്രമിക്കുന്ന പല നെഗറ്റീവ്സും പച്ചക്കള്ളമാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടുകൊണ്ടാണ്. ഇപ്പോ ഞാൻ പറഞ്ഞത് ഇത് ഇത്തരത്തിലുള്ള ഒരു പ്രചരണം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ പാർട്ടിയുടെ സഖാക്കൾക്ക് പോലും തോന്നിയൊരു കാര്യം എന്താണെന്നറിയോ? ഇത് പിണറായി വിജയനെതിരെയുള്ള പ്രചരണമാണ്, ഇത് ഇടതുപക്ഷത്തിനെതിരെയുള്ള പ്രചരണമാണ്, അത് ഭരിക്കുന്നത് കൊണ്ടാണെന്നാണ് അവർ തെറ്റിദ്ധരിച്ചത്. യഥാർത്ഥത്തിൽ ഭരിക്കുന്നത് കൊണ്ടല്ല. ഇവിടെ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ CPM-നെയും ഇടതുപക്ഷത്തെയും ഇല്ലാതാക്കാനും ആ സ്പേസിലേക്ക് അവർക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഹിന്ദു സമുദായത്തിലെ വോട്ടുകളൊക്കെ തന്നെ തിരിച്ച് BJP-യിലേക്ക് എത്താനും വേണ്ടിയിട്ടുള്ള ഒരു മെഗാ പ്രൊജക്റ്റും അതിൻ്റെ ഒപ്പം തന്നെ ഒരു കോർപ്പറേറ്റ് പ്രൊജക്റ്റും കൂടിയാണ്. ആർക്ക്? അദാനിക്കും ഒപ്പം BJP-ക്കും വേണ്ടിയിട്ടുള്ള ഒരു വലിയ പ്രൊജക്റ്റാണ് ഈ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോഴും നമ്മുടെ മാധ്യമങ്ങൾ ഒരു പ്രതിപക്ഷത്തിന്റെ സ്വഭാവം എടുക്കാതെ VD സതീശനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രോ സംഘപരിവാർ യൂട്യൂബ് ചാനലുകൾ മൊത്തം നോക്കുക, അവർ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ ഇത്തരം നിരുത്തരവാദപരമായിട്ടുള്ള പ്രസ്താവനകൾ നടത്താൻ പാടില്ലായിരുന്നു. എൻ്റെ അഭിപ്രായം അതാണ്. കാരണം ആ പറഞ്ഞത് ഇപ്പൊ നാളെ EP ജയരാജനോ ശൈല ടീച്ചർക്കോ വേണമെങ്കിൽ പറയാവുന്ന ഒരു കാര്യമുള്ളൂ. ഞാൻ അന്നേരം അങ്ങനെ വിചാരിച്ചു എന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പറയാം. ഇപ്പോഴാണ് എനിക്കത് ബോധ്യപ്പെട്ടത് എന്ന് പറഞ്ഞാൽ നിലപാട് മാറ്റി പറയാവുന്ന കാര്യമുള്ളൂ. പിന്നെ പക്ഷേ എങ്കിൽ പോലും ഇത് യഥാർത്ഥത്തിൽ പാർട്ടി ഒരു വളരെ സമഗ്രമായിട്ടുള്ള ഒരു യുദ്ധമുഖത്ത് നിൽക്കുന്ന സമയത്ത് ഈ 2 പ്രസ്താവനകളും യഥാർത്ഥത്തിൽ താങ്കൾ പറഞ്ഞ പോലെ അവരെ സഹായിക്കും. വേണം പറ്റുന്ന രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യാൻ സഹായിക്കും. ആ സഹായിക്കുന്ന നിലപാടാണ് ഈ പറയുന്ന ഇപ്പോ മനോരമ പോലും വാർത്ത അടിക്കാൻ കാരണമായിട്ടുള്ളത്. ഇതുകൊണ്ടാണ് മനോരമ സ്വപ്നം കണ്ടത് കൂടി ആയിരിക്കും അത്. പക്ഷെ വാർത്ത അടിച്ചേക്കുന്നതിന്റെ പിന്നിലെ കാര്യം ഇതായിരിക്കും. അതാണ്. പിന്നെ അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നേരത്തെ EP ജയരാജനൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഗവർണർക്കെതിരെയുള്ള സമരം നടക്കുമ്പോൾ ഗവർണറുടെ രാജ്ഭവന്റെ മുമ്പിൽ അവിടെ വളയൽ സമരം നടക്കുമ്പോൾ അദ്ദേഹം ഇവിടെ ദല്ലാൽ നന്ദകുമാറിന്റെ വീട്ടിൽ പോയി അമ്മയെ പൊന്നാട അണിയിക്കുകയായിരുന്നു. മനസ്സിലായി? അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും കൊണ്ട് പാർട്ടി ഉയർത്തിയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ചേർത്ത് നിൽക്കാൻ പറ്റില്ല. കാരണം പാർട്ടി ഉയർത്തിയ പ്രശ്നങ്ങൾ ശരിയായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ വരില്ലേ? ദിവ്യ സേർ ബാക്കി വ്യക്തിപരമായ കാര്യങ്ങളോ മറ്റു കാര്യങ്ങളോ ഒക്കെ മാറ്റിയേക്കട്ടെ, അവര് കൃത്യമായിട്ട് അവിടെ നടപടി എടുത്തിരുന്നു. ആ എടുത്തിരുന്നതിൽ അസംതൃപ്തരായിട്ടുള്ള ആളുകൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ മുഖ്യമന്ത്രിയെ തന്നെ മാറ്റിക്കൊണ്ട് എന്ത് ചെയ്തു? അതെ, സാർ ഇപ്പൊ പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവിനെ മാത്രമല്ല CPM-നെ, അതായത് ഇടതുപക്ഷത്തെ തുടച്ചു നീക്കുക എന്നുള്ള ഒരു അജണ്ട ഉണ്ടായിരുന്നു എന്ന്. കുറച്ച് നാളുകൾക്ക് മുമ്പ് മോദി ഒരു നാഷണൽ മീഡിയയ്ക്കാണ് തോന്നുന്നു കൊടുത്ത ഇന്റർവ്യൂവിൽ ചോദിക്കുമ്പോൾ, അതായത് ഇടതുപക്ഷത്തെ എങ്ങനെ കേരളം പിടിക്കുക എന്ന് പറയുന്നത് അവരുടെ ലക്ഷ്യമായിരിക്കെ എങ്ങനെയായിരിക്കും അങ്ങോട്ട് ഒരു എൻട്രി എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മോദി വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, കേരളത്തിന്റെ അതായത് രാജ്യത്തിന്റെ ഒരു മൂലയ്ക്ക് കിടക്കുന്ന ഒരു സംസ്ഥാനമാണല്ലോ, അവിടേക്ക് ഞങ്ങൾക്ക് വരാനുള്ള ഒരുപാട് പദ്ധതികളുണ്ട്. ആ പദ്ധതികളുടെ ഒരു ഭാഗമായിട്ട് കൂടിയല്ലേ ഇപ്പൊ ഈ നടക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് ഇതൊക്കെ വലിയൊരു ലാർജർ സ്പെക്ട്രമാണ്. ഇപ്പൊ ഞാനത് ഇവിടെ നിന്ന് വിശദീകരിക്കാൻ പറ്റുമെന്നുള്ള എനിക്കറിയില്ല. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാൻ നേരത്തെ 1 കൊല്ലം മുമ്പ് തന്നെ ചില വീഡിയോകൾ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. BJP ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികളെ ഭയക്കുന്നുണ്ട് എന്നുള്ളത് നമ്മളൊന്ന് എടുത്ത് പഠിക്കേണ്ടതാണ്. ഏത് രാഷ്ട്രീയ പാർട്ടികളെ ഭയക്കുന്നുണ്ട്? ഉദാഹരണത്തിന് കേരളത്തിൽ നിന്ന് അവർക്ക് ഒരു MLA ഒരു MP പോലും പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ്? അങ്ങനെ പണം കൊടുത്തു പോലും പർച്ചേസ് ചെയ്താൽ ഇവിടെ ഒരു രാഷ്ട്രീയ അസ്തിത്വം അവർക്കില്ല, അവർക്ക് ഒരു വിലയും ഉണ്ടാവില്ല എന്നുള്ള നിലക്ക് കേരളീയ സമൂഹം പരുവപ്പെട്ടിട്ടുള്ളതുകൊണ്ടാണ്. അതേസമയം ഉത്തർപ്രദേശിലെ ബീഹാറിലോ അല്ലെങ്കിൽ ഉത്തർപ്രദേശിലോ ഈ പറയുന്ന പോലെ ബംഗാളിലോ മറ്റൊരു സ്ഥലങ്ങളിലോ ഇത്തരത്തിലുള്ള പ്രശ്നമില്ല. മനസ്സിലായി? അവർക്ക് ഏത് നേതാവിനെ വേണമെങ്കിൽ വായിക്കാം. അതെന്തുകൊണ്ടാണ്? അതിവിടെ ഇടതുപക്ഷം ഉള്ളതുകൊണ്ടാണ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ അവരെന്തുകൊണ്ടാണ് ആം ആദ്മി പാർട്ടിയെ തകർത്ത് കളഞ്ഞത്? ഒരു കള്ള കേസ് എടുത്തുകൊണ്ട് അരവിന്ദ് കെജ്രിവാളിനെ ആം ആദ്മി പാർട്ടിയെ തകർത്ത് കളഞ്ഞത് എന്തുകൊണ്ടാണ്? ഒറ്റ കാര്യമേ ഉള്ളൂ. കാരണം ആം ആദ്മി പാർട്ടി അവർക്ക് വലിയ ഭീഷണിയാണ്. അവരുടെ ഗുജറാത്തിലേക്കും അതുപോലെ തന്നെ പഞ്ചാബിലേക്കും ഒക്കെ അവർ പടർന്നു കയറുന്നതുകൊണ്ട് അവർ അത്ഭുതപ്പെട്ടു. കാരണം ആ പാർട്ടി വളർന്നാൽ പ്രശ്നമാണ്. ഇത്രയും പ്രശ്നം കോൺഗ്രസ് ഉണ്ടെങ്കിൽ ഇല്ല. എന്താ കാര്യം? കോൺഗ്രസിന്റെ ഹിമന്ത ബിശ്വ ശർമ്മ ഇപ്പൊ അവരുടെ മുഖ്യമന്ത്രിയാണ്. അപ്പൊ കോൺഗ്രസിൽ നിന്നുണ്ടായിട്ടുള്ള 400-ലധികം വരുന്ന ആളുകൾ MP-മാരും MLA-മാരും ആയിട്ടുള്ള ആളുകൾ അവരോടൊപ്പം പോയി
ചേർന്നിട്ടുണ്ട്. നിങ്ങൾ അറിയേണ്ടത് ഒരു ഐഡിയോളജിക്കൽ ബേസ് ഉള്ള സ്റ്റാൻഡുള്ള ഒരു പാർട്ടി അത് നിലനിൽക്കുന്നത് വലിയ അപകടമാണ്. മറ്റേത് പാർട്ടി നിലനിന്നാലും അവർക്ക് അത്ര പ്രശ്നമില്ല. ഇപ്പൊ മമതാ ബാനർജിയുടെ പാർട്ടിയെ അവർ കൂളായിട്ട് പർച്ചേസ് ചെയ്തു. ചെയ്തില്ലേ? ഇപ്പൊ ശിവസേനയെ അവരെന്ത് ചെയ്തില്ലേ? പിളർത്തിയില്ലേ? അതേസമയം മറ്റേതെങ്കിലും പാർട്ടികൾ അവർക്ക് കുറച്ചുകൂടി വേണമെങ്കിൽ ഇപ്പൊ നവീൻ പട്നായിക്, ബിജു പട്നായിക്കിന്റെ ഒക്കെ പാർട്ടി ഉണ്ടായിരുന്നു. ആ പാർട്ടി അവരെന്ത് ചെയ്തില്ലേ? കൂടെ ഇടക്കെങ്കിലും ആവശ്യമുള്ളപ്പോഴത്തേക്ക് സപ്പോർട്ട് മേടിച്ചില്ലേ? പക്ഷെ അത്തരത്തിൽ മേടിക്കാൻ പറ്റാത്ത ഒരു വിഭാഗം ആളുകളാണ് അവർ ഭയപ്പെടുന്നത്. മറ്റേതെങ്കിലും പാർട്ടികൾ വളർന്ന അവർക്ക് പ്രശ്നമില്ല. കാരണം അവരുടെ ആവശ്യത്തിന് പണമുണ്ട്. എപ്പോ വേണമെങ്കിലും എന്ത് ചെയ്യാം? പർച്ചേസ് ചെയ്യാം. അങ്ങനെ ഒരു സിറ്റുവേഷനില്ല. അത് ആം ആദ്മി പാർട്ടിയുടെ കാര്യത്തിലും അതല്ല, അതുപോലെ ഈ പറയുന്ന CPM-ന്റെ കാര്യത്തിലൊക്കെ അതല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം പാർട്ടികൾ ഇവർ വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. അതേസമയം ഇപ്പൊ നമ്മൾ പറയുന്ന മമതാ ബാനർജിയുടെ പാർട്ടി പോലും ആ പാർട്ടിക്കകത്ത് കറപ്റ്റഡ് ആയിട്ടുള്ള നേതാക്കന്മാരാണെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഭയക്കേണ്ട ആവശ്യം ഇല്ല. കാരണം പണം കൊടുത്ത ആരെയും വാങ്ങാം. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇത് ഈ പറയുന്ന ഇവിടെ CPM. അതുകൊണ്ടാണല്ലോ നിങ്ങൾ അറിയേണ്ടത്, പണ്ട് സംഘപരിവാറിലെ ഒരു വലിയ നേതാവ് മറ്റേ ഇവർക്ക് പിണറായി വിജയനെ വധിക്കുന്നവർക്ക് ഇനാം പ്രഖ്യാപിച്ചത് കൊണ്ടാണ്. അപ്പൊ പറയും അതിനുശേഷം ശരിയാണ് മറ്റേ പിന്നെ അയാളെ പുറത്താക്കുകയും അയാളുടെ വിശദീകരണം പറയും ഇത് ഞങ്ങളുടെ നിലപാടല്ലെന്ന് പറയുകയൊക്കെ ചെയ്തു. അതൊക്കെ ശരിയല്ലേ? പക്ഷെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം എൻ്റെ മുമ്പിലുണ്ടെന്ന്. ആ ചോദ്യം എന്താ? എങ്ങനെയാണ് ഈ കേരളത്തിൽ ഇതേവരെ അദ്ദേഹം കണ്ടിട്ടില്ലാത്ത, കേരളം ഒരു പ്രശ്നം പോലും ആകാത്ത വെറും 20 MP മാത്രമുള്ള ഒരു സ്ഥലത്തെ നേതാവ്, ഒരു CPM നേതാവ്, അവിടെ ഉത്തരേന്ത്യയിലെ ഒരു നേതാവിന് ഇത്ര വലിയ പ്രശ്നമാകുന്നത് എങ്ങനെയാണ്? ചിന്തിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് പ്രശ്നമാകുന്നത്? അതുപോലെ ത്രിപുരയിൽ ജയിച്ചപ്പോഴാണ് നരേന്ദ്രമോദി ആദ്യമായിട്ട് പറഞ്ഞത് ഇതൊരു ഐഡിയോളജിക്കൽ വാർ, യുദ്ധത്തിന്റെ വിജയമാണെന്ന് പറഞ്ഞ അതുകൊണ്ടാണ്. കാരണം അവർക്കറിയാതെ കൃത്യമായിട്ട് ആരാണ് പ്രശ്നമാകാൻ പോകുന്നത്. അതുകൊണ്ടാണ് ആ ഫൈറ്റിൽ ഇത് പിണറായി വിജയനെതിരെ മാത്രമല്ല, പിണറായി വിജയന്റെ സ്ഥാനത്തേക്ക് വേറെ ആരെങ്കിലും വന്നാലും ഇവർ ഇതുപോലെ തന്നെ ഒരു ഇമേജ് ഒരു അപനിർമ്മിതി നടത്തും ഇമേജിന്റെ. മനസ്സിലായോ? അത് അദ്ദേഹം വലിയ അഴിമതിക്കാരനും മോശപ്പെട്ട ആളും അതുപോലെ തന്നെ വളരെ മോശമായ ആളുകളോട് സംസാരിക്കുന്നയാളും ഒട്ടും കരുണയില്ലാത്ത ആളുമായിട്ടൊക്കെ പ്രൊജക്ട് ചെയ്യപ്പെടുന്നതാണ്. യഥാർത്ഥത്തിൽ ചെയ്ത ഒരു സംഭവം പോലും നമുക്ക് പറയാൻ ഇല്ല. പക്ഷെ ഇത് പ്രൊജക്ട് ചെയ്യുന്നതാണ്. ഇത് ലോകം മുഴുവൻ നടക്കുന്നുണ്ട്. ഞാൻ വേണമെങ്കിൽ പല ലോകങ്ങളിൽ നടന്ന കാര്യങ്ങൾ പറയാം. ഇപ്പൊ ഇന്തോനേഷ്യയിലെ പറയാം, വേണമെങ്കിൽ തുർക്കിയിലെ എർദോഗാന്റെ പറയാം, അതുപോലെ മറ്റ് ഇപ്പൊ USA എന്താണ് നടക്കുന്നതെന്ന് പറയാം, വേണമെങ്കിൽ UK എന്താണ് നടക്കുന്നതെന്ന് പറയാം. ഇത്തരത്തിലുള്ള എല്ലാ രാജ്യങ്ങളിലും നടക്കുന്നുണ്ട്. ഇവിടെ അതിന്റെ മറ്റൊരു വേർഷൻ കൃത്യമായി നടക്കുന്നു. യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി എങ്ങനെയാണോ ഇന്ത്യൻ മീഡിയ കൈകാര്യം ചെയ്യുന്നത് കഴിഞ്ഞ 10 കൊല്ലമായി, കാരണം പ്രതിപക്ഷത്തിന്റെ കുറ്റം മാത്രം അവർ കാണുന്നത്. ഇപ്പൊ ഈ മീഡിയകളും നമ്മുടെ കേരളത്തിലെ മീഡിയകളും അതുപോലെ പ്രതിപക്ഷത്തിന്റെ കുറ്റം കാണാണ്. ആ കുറ്റം കാണുന്നതിലേക്ക് ഒരു ചെറിയ കൈത്തിരിയായി മാറിയ ആര്? ഇവരുടെ സ്റ്റേറ്റ്മെന്റ്സ്. അത് ശ്രദ്ധിക്കേണ്ടതായിരുന്നു. എനിക്ക് ടീച്ചറോട് EP-യോടൊക്കെ ബഹുമാനമുണ്ട്, പക്ഷെ അവർ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അതിൽ വലിയ മിസ്റ്റേക്ക് പറ്റി. യഥാർത്ഥത്തിൽ ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ CPM ആണ് ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി എന്നവർക്ക് മനസ്സിലാവുകയും അതിന്റെ വോട്ടുകൾ ഞങ്ങൾക്ക് കിട്ടണമെങ്കിൽ അവരിവിടെ തകരുകയും വേണം എന്നുള്ളതിന്റെ ഒരു ബേസിലാണ്. അതിന് സാഹചര്യം അനുകൂലമായിട്ടുള്ള ഒരു കാര്യം ഇപ്പോഴുണ്ട്. എന്താണ്? ജമാഅത്തെ ഇസ്ലാമിയുടെയും മുസ്ലിം ലീഗിന്റെ ഒക്കെ ഭരണം അപ്പുറത്ത് നിൽക്കുകയാണ്. പക്ഷെ അതിനെ എതിർക്കാൻ ഇവർക്ക് പറ്റുന്നില്ല. കാരണം ഈ ഗവൺമെന്റ് ഭരിക്കാൻ കയറിയതിനു ശേഷം നിങ്ങളൊരു പ്രത്യേക കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? പ്രോ സംഘപരിവാർ അനുകൂലികളെല്ലാം തന്നെ സതീശൻ പറഞ്ഞെന്ന് ആഗ്രഹിക്കണം. സതീശന് സൂപ്പറായിട്ട് പോഴ്ത്തിക്കൊണ്ടിരിക്കണേ. അതേപോലെ തന്നെ BJP-യുടെ നേതാക്കന്മാരും BJP-ക്ക് ഒന്നിലും പ്രതിഷേധമില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതുപോലെ രാജീവ് ചന്ദ്രശേഖർ പറയണ്ട ഒരു തീരുമാനം കേട്ടപ്പോ എനിക്ക് പോയി കെട്ടിപ്പിടിക്കാൻ തോന്നുന്നു സതീശനെന്ന്. പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ ഇത് ഒരു സൈഡിൽ ഈ പറയുന്ന സതീശനെയും മുസ്ലിം ലീഗിനെയും ബാക്കിയുള്ള ആളുകളെയും വിളിക്കുന്ന മൂലധന ശക്തികൾ എന്ന് വിളിക്കാവുന്ന അദാനിയും അംബാനിയും റിലയൻസും അതുപോലെ ബക്കാഡിയും ഒക്കെ നിൽക്കുന്നു. അതേസമയം രാഷ്ട്രീയമായി നേട്ടമുണ്ടാക്കാൻ BJP ഈ ഘട്ടത്തിലാണ് കേരളം ഇപ്പൊ ഉള്ളത്.